ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും നിയോഗം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നിയോഗം ഇപ്പോൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർക്കുക. കർത്താവേ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആ നിയോഗങ്ങൾ ഈ പരിശുദ്ധ അൾത്താരയിൽ അത്ഭുതകരമായ ഒരു ദൈവകാരുണ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. സങ്കീർത്തനം 77 അതിൻ്റെ 10-ാം തിരുവചനം, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തകൻ ദാവീദ് രാജാവ് പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അത്യുന്നതൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണം, ആഗ്രഹിക്കണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, കർത്താവേ, ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം, എൻ്റെ വ്യക്തിപരമായ ദുഃഖം, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ബന്ധങ്ങളിലെ ദുഃഖം, ആ ദുഃഖത്തിന് എന്താണ് കാരണം? ആ കാരണത്തിൽ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഞങ്ങളിൽ പ്രവർത്തിക്കണം. 2 കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്, കണ്ണുകളടച്ച് 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാവണം. ഐ നീഡ് ടു എക്സ്പീരിയൻസ് ഹോളി സ്പിരിറ്റ്. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ ദുഃഖം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിത വഴികളെ സമർപ്പിക്കുക. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ കണ്ണുനീരിനും, എല്ലാ സങ്കടങ്ങൾക്കും അറുതി വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകുമ്പോഴാണ്. എൻ്റെ സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന അവസ്ഥകളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 അങ്ങയുടെ ശക്തി എന്നിൽ പ്രകടമാവണം. 2 കരങ്ങളും അല്പം ഉയർത്തിയൊന്ന് പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തി തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവേ, 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 അങ്ങയുടെ ശക്തി പ്രകടമാവണം. എൻ്റെ ശരീരത്തിൽ പ്രകടമാവണം, എൻ്റെ മനസ്സിൽ പ്രകടമാവണം, എൻ്റെ ചിന്തകളിൽ പ്രകടമാവണം, എൻ്റെ കുടുംബത്തിൽ പ്രകടമാവണം, എൻ്റെ ബന്ധങ്ങളിൽ പ്രകടമാവണം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തി പ്രകടമാവണം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് ചേർന്നു ശക്തിയോടെ കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി പ്രകടമാവട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെസ്, അങ്ങയുടെ ശക്തി പ്രകടമാവണം. We pray for the mighty anointing, mighty power. സ്വർഗത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ചേർന്ന് കൈയടിച്ച് ആമേൻ. പഠിക്കേ അഭിഷേകം. ആമേൻ, ആമേൻ. കനിയണമേ, അഭിഷേകം പകരണമേ. പഠിക്കേ ആത്മാവേ കനിയണമേ, അഭിഷേകം. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ. ആമേൻ. അഗ്നിനാവുകളെന്നിൽ ആത്മാവേ അഭിഷേകം, ആത്മാവേ
അഭിഷേകം. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, ആത്മാവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, 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 അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ, അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടണമേ. എല്ലാ തടസ്സങ്ങളും മാറണമേ, കെട്ടുകൾ അഴിയണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. വിശ്വസിക്കണം. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ശരീരത്തിലും മനസ്സിലും ഞാൻ നിൽക്കുന്ന അന്തരീക്ഷത്തിലും വെളിപ്പെടട്ടെ. എല്ലാ പൈശാചിക ശക്തികളെയും പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ തിന്മയുടെ കെട്ടുകളും പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. പാപത്തിന്റെ തഴക്ക ദോഷങ്ങളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. തലയിൽ കടന്നു വന്നിട്ടുള്ള തെറ്റായ എതിർചിന്തകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണമേ. ആഗ്രഹിച്ച് ചേർന്ന് കൈയടിക്കുക. നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. യെസ്, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അഭിഷേകം. യേശുവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചു പാടി. കനിയണമേ. അഭിഷേകം. ചേർന്ന് 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 അഭിഷേകം. ആമേൻ. കനിയണമേ. അഭിഷേകം. ആത്മാവേ, അഭിഷേകം. ആഗ്രഹിച്ച് പാടിക്കേ. ഓരോരുത്തർ അധരം തുറന്ന് പാടിക്കേ. Yes, the mighty power, the mighty anointing ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം. ആഗ്രഹിച്ച് പാടിക്കേ. അഭിഷേകം. ആത്മാവേ, അഭിഷേകം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിച്ച ഓരോ വ്യക്തിയും ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. റൂഹായിലോഹി, സ്വർഗത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയെയും അത്ഭുതകരമായിട്ട് ചേർത്ത് പിടിക്കുന്നു. യെസ്, the real power, the real fire, the real fire. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ തീ ഓരോ വ്യക്തികളിലേക്ക് മാളി പടരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അനേകരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ആലോചിച്ച് നിൽക്കാതെ, ചിന്തിച്ചു നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, 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 ഓ പരിശുദ്ധാത്മാവേ,
ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഏറ്റുപറഞ്ഞേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്താണ് ഞാൻ പറയേണ്ടതെന്ന്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, 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 എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. എന്റെ ശരീരം പരിശുദ്ധാത്മാവേ നിന്റെ ആലയമാണല്ലോ, നിന്റെ ആലയമാണല്ലോ. പരിശുദ്ധാത്മാവേ, ഈ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്, ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയേണ്ടത്, പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, ടേക്ക് കൺട്രോൾ അപ്പോൺ മൈ ബോഡി. എൻ്റെ ഈ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തിലുള്ള രോഗപീഠകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും, സൗഖ്യപ്പെടുത്തും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ നിഷേധാത്മക നെഗറ്റീവ് ചിന്തകളെയും പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കടുത്ത പ്രലോഭന മേഖലകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാരമ്പര്യ രോഗപീഠകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന തഴക്കദോഷങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ചിന്തകൾ, ആലോചനകൾ, ബോധ്യങ്ങൾ, പരിശുദ്ധാത്മാവ് ആ മേഖലകളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓരോ വ്യക്തിയും സ്വയം നിങ്ങൾ പറയുക, സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. നമ്മൾ വാ തുറന്ന് പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും. കാരണം പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയണം. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ അവസ്ഥ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണം, നീ ഏറ്റെടുക്കണം. ഒരുപക്ഷെ ശരീരത്തിൽ വലിയ തളർച്ച, വലിയ ഒരു മരവിപ്പ്, ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, എപ്പോഴും ഉറങ്ങിക്കഴിയുന്ന അവസ്ഥ, ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, എല്ലാ മേഖലയിലും ഒരു തളർച്ച. നീ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിന് ജീവൻ നൽകും. ഇതിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകരിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനം, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്നാൽ അവയ്ക്ക് മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം, റൂഹ എലോഹിം, ദൈവത്തിന്റെ ചൈതന്യം അവയ്ക്ക് മുകളിൽ ചിറകടിച്ചു പറന്നപ്പോൾ രൂപരഹിതമായവയ്ക്ക് രൂപം കിട്ടിയതുപോലെ, അന്ധകാരമായവയ്ക്ക് പ്രകാശം കിട്ടിയതുപോലെ, ശൂന്യമായവയ്ക്ക് നിറവ് കിട്ടിയതുപോലെ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെയും പരിശുദ്ധാത്മാവ് അടിമുടി മാറ്റും. നീ കണ്ണും പൂട്ടി അതങ്ങോട്ട് വിശ്വസിച്ചോ. ആലോചിക്കണ്ട, ഓർത്തോർത്ത് ചിന്തിക്കണ്ട, മറിച്ച് നീ കണ്ണും പൂട്ടി വിശ്വസിക്കുക. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവേ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ശരീരത്തിൻ്റെ എല്ലാ തിന്മയുടെ വാസനകളെയും പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ.
പാപത്തിന്റെ തഴക്ക ദോഷങ്ങളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കണമേ. രോഗ പാപ ശാപ പീഡകളിൽ പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ നൽകട്ടെ. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എൻ്റെ തലയ്ക്കകത്തുള്ള ചിന്തകൾ, വികാര വിചാരങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ നിലപാടുകൾ, ഓർത്തോർത്തുള്ള ദുഃഖം, ചില കാര്യങ്ങൾ ഓർക്കും തോറും ദുഃഖം, ചിലർക്കുള്ളിൽ ദുഃഖം, അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, വലിയ ഭാരം. നിന്റെ മനസ്സിന് അങ്ങനെയുണ്ടോ? ചില വ്യക്തികളെ കുറിച്ച് ഓർത്ത് നീ വിഷമിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, ടേക്ക് കൺട്രോൾ അപ്പോൺ മൈ മൈൻഡ്. ഓ ഹോളി സ്പിരിറ്റ്, ടേക്ക് കൺട്രോൾ അപ്പോൺ മൈ ഇമോഷൻസ്. ഓ ഹോളി സ്പിരിറ്റ്, ടേക്ക് കൺട്രോൾ അപ്പോൺ മൈ ഫീലിങ്സ്. എൻ്റെ ചിന്തകൾ, എൻ്റെ ആലോചനകൾ, എൻ്റെ വികാര വിചാരങ്ങൾ എല്ലാത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു നിയന്ത്രണം ഏറ്റെടുക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്ക് പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുക്കാമോ? അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇതാ വളരെ വ്യക്തമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ ഇടപെടാൻ ആഗ്രഹം ഉണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇടപെടാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇടപെടാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, ഒരു നല്ല ഒന്നാന്തരം വചനം ഈ വിഷയത്തോട് ചേർന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട്. അത് സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 10. പറ്റുമെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കാരണം നമ്മളിത് വെറുതെ കേട്ടുകൊണ്ട് പോയാൽ പോരാ, മറിച്ച് ഇത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കണം, വചനം പഠിക്കണം. സങ്കീർത്തനം ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 77 വചനം 10. നല്ല വചനമാണ്, കേൾക്കാം. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ദാവീദ് രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓർക്കണം, ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിനൊരു കാരണമുണ്ട്. ഇല്ലേ? ഉണ്ടെന്ന്. നമുക്കെല്ലാവർക്കും ചില ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖത്തിന് ചില കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദുഃഖത്തിന് നിനക്കൊരു കാരണമുണ്ട്. ഉണ്ടെന്ന്. ദുഃഖത്തിനൊരു കാരണമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നൊരു കാരണമുണ്ട്. എന്തായിരിക്കും? ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജോലിയിലെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാരണമുണ്ട്. ഇതാണ് ദുഃഖത്തിന് കാരണമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതും പിടിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്, കർത്താവേ, ഇതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്നാൽ ഇന്ന്
ഈ പരിശുദ്ധ അൾത്താര നിന്നോടൊരു കാര്യം പറയുവാണ്. നിന്റെ ദുഃഖത്തിന് കാരണം നീ കണ്ടുപിടിച്ചിരിക്കുന്ന കാരണങ്ങളല്ല, അതിനും അപ്പുറം അതുക്കും മേൽ മറ്റൊരു കാരണമുണ്ട്. അതാണ് വചനം പറയുന്നത്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ഹല്ലേലൂയാ. വലതുകരമുള്ളവരൊന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നല്ല ഒച്ചത്തിലൊന്ന് പറയണേ. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞോളൂ. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണമെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത്? അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ്. അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ആര്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. എല്ലാവരും പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. അപ്പൊ കൃത്യമാണ്. അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാകാത്തതാണ്. ആരിൽ പ്രകടമാകാത്തതാണ്? നമ്മിൽ പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതാണ്, നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ കാരണങ്ങൾ അത് വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ചായിരിക്കും, സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചായിരിക്കും, ഇല്ലെങ്കിൽ ദൂരത്തുള്ള മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ആയിരിക്കും. അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊരു ചോദ്യം, ഷെടാ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകാത്തത്, എന്നാൽ അതല്ലല്ലോ, എൻ്റെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അല്പം കൂടെ ഗൗരവമായിട്ടൊന്ന് സ്വീകരിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചു കൊള്ളുക, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഒരു ദുഃഖത്തിനൊരു കാരണമുണ്ടെങ്കിൽ ആ ദുഃഖത്തിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കാത്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദുഃഖം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുക. എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടുമെന്ന് എപ്പോൾ? നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പറഞ്ഞു കൊടുത്തേ. ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അംഗീകാരം
എല്ലാറ്റിലും ഉപരിയായി യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആമേൻ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിർവീര്യമാക്കി കളയുന്ന പല പ്രവൃത്തികളും, പല ആലോചനകളും, പല കൂട്ടുകെട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഈ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേകം ലഭിച്ചിട്ടുള്ളതാണെന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഓരോ വ്യക്തിയും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, എനിക്ക് അഭിഷേകമുള്ളൊരു വ്യക്തിയാണ്. സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെസ്, സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ സമയം നീ വിശ്വസിക്കണം, നമുക്ക് അഭിഷേകം കിട്ടിയ വ്യക്തിയാണ്. കർത്താവേ, എനിക്ക് ലഭിക്കപ്പെട്ട അഭിഷേകത്തെ പലപ്പോഴും വിലയില്ലാത്തതായി ഞാൻ കണക്കാക്കി, പലപ്പോഴും ഞാൻ മടി പിടിച്ചു, പലപ്പോഴും ലോകത്തോടുള്ള ബന്ധം എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. കർത്താവേ, ഈ മേഖലകൾ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങെന്നിൽ ഇടപെടണമേ. കർത്താവെ, അങ്ങെന്നിൽ ഇടപെടണമേ. ആ വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇവിടെ നിൽക്കുന്നവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കണ്ണടച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കേണ്ട, മറിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ ആരാധനയുടെ സമയം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കുന്നൊരു സമയമാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 77:10 പറഞ്ഞതുപോലെ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. കർത്താവെ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം പരിശുദ്ധാത്മ ശക്തിയെ ഞാൻ തള്ളിക്കളഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഉപേക്ഷിച്ചു പോയതാണ്. എൻ്റെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം കർത്താവെ എനിക്ക് തിരിച്ചു വേണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് സ്വയം ചിന്തിക്കുക, ഏത് മേഖലകളിലാണ് നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം? ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മയിൽ കൊണ്ടുവരും. പലപ്പോഴും പരിശുദ്ധാത്മാവ് പലതരത്തിൽ ജീവിതത്തിൽ നമുക്ക് പ്രേരണകൾ നൽകി. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോകണം, ഇതാണ് നിനക്ക് അനുഗ്രഹം. എന്നാൽ വളരെ സൗകര്യപൂർവ്വം നമ്മൾ അതിനെയൊക്കെ മറന്നു. എന്നിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നമ്മൾ അന്വേഷിച്ചു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ നിരസിച്ചു. ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ പ്രേരണകളെ ഞാൻ തള്ളിക്കളഞ്ഞു. അങ്ങയുടെ ആത്മാവിനെതിരെ ഞാൻ മല്ലിട്ടു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില ഓർമ്മകൾ പരിശുദ്ധാത്മാവ് നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന എന്തിനെന്നറിയോ? ആ മേഖലകൾ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കണം. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തിന് എന്തോരം സമയം കൊടുക്കുന്നുണ്ട്? ദൈവകാര്യങ്ങൾക്ക് എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ട്? ദൈവത്തിനും ദൈവകാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? എന്നാൽ ഇന്ന് എൻ്റെ സമയം ഏത് കാര്യത്തിനാണ് ഞാൻ ചെലവഴിക്കുന്നത്?
ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ ഞാൻ എന്ത് കാര്യത്തിനാണ് എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ദൈവകാര്യങ്ങൾക്കാണോ? ഞാൻ എത്ര സമയം വചനം വായിക്കുന്നുണ്ട്? എത്ര സമയം ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്? എത്ര സമയം ഞാൻ ദൈവ ശുശ്രൂഷകൾ, വചനം പഠിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്? അതോ എൻ്റെ സമയവും ചിന്തയും മുഴുവൻ ഞാൻ അനാവശ്യമായ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ, ഇൻ്റർനെറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സുഖകരമായ ജീവിതം, ശരീരത്തിൻ്റെ ഇഷ്ടം മാത്രം. ശരീരത്തിന് എപ്പോഴും ആഗ്രഹം തിന്മയോടാണ്. കണ്ണിന് എപ്പോഴും ആഗ്രഹം തിന്മയായ കാര്യങ്ങൾ കാണാനാണ്. സിനിമ എത്ര മണിക്കൂർ കണ്ടാലും ക്ഷീണമില്ല. സീരിയൽ എത്ര സമയം കണ്ടാലും ക്ഷീണമില്ല. റീൽസ് എത്ര സമയം കണ്ടാലും ക്ഷീണമില്ല. എന്നാൽ വചനം വായിക്കുമ്പോൾ നിനക്കൊരു ക്ഷീണമുണ്ടോ? കൊന്ത ചെല്ലുമ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ദൈവകാര്യങ്ങളോട് ബന്ധപ്പെട്ട് നീ ഒരു വല്ലാത്ത മരവിപ്പിലുണ്ടോ? എങ്കിൽ ഈ സമയം ആ മേഖലകളിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കൂ. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ. നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ്, വിരോധം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? എന്നിട്ട് നീ സ്വയം ന്യായീകരിക്കുന്നുണ്ടോ? അതൊന്നും സാരമില്ല, എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ സ്വയം ന്യായീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പാപ വഴികൾ, ജഡിക പാപ പീഡകൾ നിന്റെ ഉള്ളിൽ കിടന്നിട്ട് നീ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ? ഇതൊക്കെ പ്രായത്തിൻ്റെതല്ലേ? ഇതിലേക്ക് ഇപ്പം എന്താ കുഴപ്പം? ഇതൊക്കെ നാട്ടു നടപ്പല്ലേ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഒരു ദൈവമകനും ദൈവമകളും ചെയ്യാൻ പാടില്ലാത്ത, അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന ഒരു പണിക്ക് പോയേക്കരുത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മേലുള്ള എല്ലാ തിന്മയുടെ മേഖലകളെ നിർവീര്യമാക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആരുടെയെങ്കിലും ഉള്ളിൽ മടി, അലസത, ഒരു പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഉറക്കം തന്നെ, എപ്പോഴും ക്ഷീണം തന്നെ, ഒന്നിനോടൊരു ഉത്സാഹമില്ലാത്ത അവസ്ഥയുണ്ടോ? ആരുടെയെങ്കിലും ഉള്ളിൽ തെറ്റായ ഒരു സ്നേഹബന്ധം, നിന്റെ ജീവിതത്തിലെ സമയം, നിന്റെ ജീവിതം, നിന്റെ എനർജി, നിന്റെ പണം മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് നീ കളയുന്നുണ്ടോ? ലോകത്തോടുള്ള അടുപ്പം എന്നും നിന്റെ ജീവിതത്തിൽ പ്രാരാബ്ധമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തം, മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോണിൻ്റെ ഒക്കെ അടിമത്തം ഒരു ലഹരിയാണ്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളെയും കർത്താവെ നിർവീര്യമാക്കണമേ. കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവെ ശക്തമായിട്ട് പ്രവർത്തിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു വേണം, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു വേണം. പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് പ്രാർത്ഥിക്കണം. എടുത്തോണ്ട് പോകരുത്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം